Next one important question, that is explain the indexing mechanism used in milling machine. Explain the indexing mechanism used in milling machine. So endanadu? It is the process of dividing the periphery of a job അല്ലെങ്കിൽ വർക്ക് പീസ് അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ വർക്ക് പീസ് ഒരു ബ്ലാങ്ക് എന്ന് വിചാരിച്ചോ. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിവൈഡിങ് the periphery of a job into equal number of divisions. The main purpose of indexing mechanism in milling machine is for making gears. With the help of indexing mechanism, we can make gear teeth on the circumference of blank by providing equal space. Now let us see plain or simple indexing. പ്ലെയിൻ ഇൻഡെക്സിങ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻഡെക്സിങ്, അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാണ് ആ ഫിഗർ. ഈ ഫിഗർ കൃത്യമായി വരച്ചു പിടിക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ക്രാങ്ക്, പിന്നെ ഒരു ഹാൻഡിൽ കാണാൻ പറ്റും, പിന്നെ ഒരു ഇൻഡെക്സിങ് പ്ലേറ്റ് കാണാം. ആ ഇൻഡെക്സിങ് പ്ലേറ്റിൻ്റെ മേലെ കാണുന്ന ഒരു 9 ഹോൾസ് ഉണ്ടാവും. ശരിക്കും ഇത് 9 ഞാൻ ജസ്റ്റ് എഴുതുകയാണ്, 9 പോരാ. ഈ 9ൻ്റെ മേലെ പിന്നെയും ഒരു എന്താ പറയണ്ടേ ഇങ്ങനെ ഒരുപാടുണ്ടാവും, റൗണ്ടായിട്ട് ഇഷ്ടംപോലെ ഉണ്ടാവും ഹോൾസ്. പക്ഷേ ഇവിടെ ഞാൻ ജസ്റ്റ് ചെറിയൊരു ഫിഗർ ആയതുകൊണ്ട് ഒരു 9 ഹോൾസ് കാണിച്ചു, അത്രേ ഉള്ളൂ. ശരിക്കും ഇത് പിന്നെ ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ കാണുന്ന മാതിരി ഉണ്ടാവും, ഇവിടെ കാണുന്നില്ലേ? യു ക്യാൻ സീ ഹിയർ ലോട്ട്സ് ഓഫ് ഹോൾസ്, കണ്ടില്ലേ? ഒരുപാട് ഹോൾസ് കാണാം ഈ സർക്കംഫറൻസിൽ. യു ക്യാൻ സീ ലോട്ട്സ് ഓഫ് ഹോൾസ്. പക്ഷെ നമ്മൾ കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ 3D വ്യൂ. യു ക്യാൻ സീ ലോട്ട്സ് ഓഫ് ഹോൾസ്. പക്ഷെ നമുക്ക് ഇത്രയും ഹോൾസ് ഇവിടെ വരയ്ക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 9 ഹോൾസ് കാണിച്ചു, അത്രയേ ഉള്ളൂ. Okay, then you can see ഇൻഡെക്സിങ് പ്ലേറ്റ്, ക്രാങ്ക്, ഹാൻഡിൽ, പിന്നെ ഒരു വേം കാണാൻ പറ്റും. അത് സ്പിൻഡിൽ കാണാൻ പറ്റും. സ്പിൻഡിലിൻ്റെ 2 എൻഡിലായിട്ട് ഒരെൻഡിൽ വേം വീൽ കാണാൻ കഴിയും, മറ്റേ എൻഡിൽ വർക്ക് പീസ്. ഓക്കെ, അപ്പോൾ ആ വർക്ക് പീസിൻ്റെ മുകളിൽ നമുക്കൊരു എക്സാമ്പിൾ ഒരു 8 ടീത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. വി ഹാവ് ടു ക്രിയേറ്റ് 8 നമ്പർ ഓഫ് ടീത്ത് ഓൺ ദി പെരിഫറി ഓഫ് ദി വർക്ക് പീസ്. ഓക്കെ, അപ്പോൾ സ്പിൻഡിലിൻ്റെ ഒരറ്റത്ത് വർക്ക് പീസ് കാണാൻ പറ്റും, മറ്റേ അറ്റത്ത് വേം വീൽ കാണാൻ പറ്റും. വേം വീൽ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദി വേം വീൽ ഈസ് ഈക്വൽ ടു 40 ആണ്. ഇവിടെ ഇപ്പോൾ 40 ടീത്ത് വരയ്ക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ ഒരു 6 കാണിച്ചതേ ഉള്ളൂ. 6 ശരിക്കും 40 ടീത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പ്ലെയിൻ ഇൻഡെക്സിങ്, സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് എക്സാമിന് വരയ്ക്കേണ്ട ചിത്രം. അതിൻ്റെ ശരിയായിട്ടുള്ള ഫിഗറാണ് ഈ ഫിഗർ. ഇത് പറ്റുമെങ്കിൽ ഇത് വരച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഈ ചിത്രം കൃത്യമായിട്ട് വരച്ചിട്ട് ഇൻഡെക്സ് പ്ലേറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യണം. അതേമാതിരി അവിടെ ഇൻഡെക്സ് ക്രാങ്ക് കാണിക്കുക, ദെൻ വേം വീൽ കാണിക്കണം, വേം ഷാഫ്റ്റ് കാണിക്കുക. ഇത്രയും കാണിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഇതാണ് പ്ലെയിൻ ഓർ സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ ഫിഗറായത്. അതിൻ്റെ 3D വ്യൂ ആണ് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും മില്ലിംഗ് മെഷീനിൽ. കണ്ടില്ലേ ഈ കാണുന്ന ചിത്രം? ഇതേമാതിരി ഉണ്ടാവുക ഏകദേശം. ആക്ച്വലി ഇത് ഡിഫറൻഷ്യൽ ഇൻഡെക്സിൻ്റെ ആണ്, പക്ഷേങ്കിൽ പ്ലെയിൻ ഇൻഡെക്സിങ് ഏകദേശം ഇതേമാതിരി ഉണ്ടാവുക. ഓക്കെ, ഐ വിൽ ഷോ യു അഗെയിൻ. See, this is the plain indexing head. See the 3D model of the simple indexing head. കണ്ടില്ലേ? In this, the worm wheel has 40 teeth, simple or plain indexing. Plain indexing head. See the 3D model of the simple indexing head. In this, the worm wheel has 40 teeth. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരിക. Okay, so the main purpose of indexing mechanism in milling machine is for making gears. With the help of indexing mechanism, we can make a gear teeth on the circumference of a blank by providing equal space. Now let us see plain or simple indexing. Here we use plain dividing indexing head. അതാണ് ഇപ്പോൾ കാണിച്ചത്. Its purpose is to accurately divide the circumference of a job for gear cutting.
Its main purpose is to accurately divide the circumference of a job for gear cutting. In figure you can see a indexing blade. നമ്മൾ കണ്ടല്ലോ. There are lots of holes onto the surface of those indexing plate which are equally spaced. Okay. Plain indexing is employed when it is required to divide a circular workpiece into more number of equal parts. അതിനാണ് plain indexing ഉപയോഗിക്കുന്നത്. Plain indexing is used. Plain indexing is employed when it is required to divide a circular workpiece into more number of equal parts. To index workpiece through any required angle, the index crank pin is withdrawn from the hole in the index plate. The spindle and hence the workpiece is indexed through the required angle by turning the index crank through a calculated number of hole revolutions and holes on the one of the hole circles, after which the index pin is relocated in the required hole. For example, suppose we have a 9 holes over the index plate. We rotate the crank with the help of handle. Crank is connected to the handle. Worm is a rod by providing screw thread. When we give a complete rotation to the crank, worm rotates. Here, spindle is connected to worm wheel. When the worm wheel make one complete revolution, spindle also make one complete revolution. If you want to cut off 8 number of equal spaced teeth, the equation is, നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക് പീസിൻ്റെ ആ ഒരു സർക്കുലർ വർക്ക് പീസ്, സിലിണ്ടറിക്കൽ വർക്ക് പീസ് അല്ലെങ്കിൽ ബ്ലാങ്ക്, അതിൻ്റെ മുകളിൽ if we want to create 8 number of equal spaced teeth, the equation is 40 divided by 8. എന്ന് പറഞ്ഞാൽ 40 മീൻസ് വേം വീലിൻ്റെ മുകളിലുള്ള ടീത്ത്, അത് നമ്മുടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 40. 8 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണോ ടീത്ത് വേണ്ടത് വർക്ക് പീസിൻ്റെ മുകളിൽ, അത് നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു, 8 ടീത്താണ് വേണ്ടതെന്ന്. സോ അതാണ് 8. സോ 40 ഡിവൈഡ് ബൈ 8 എത്ര വരും? 5 വരും. ഹിയർ 40 ഈസ് ദി നമ്പർ ഓഫ് ടീത്ത് ഓൺ ദി വേം വീൽ ആൻഡ് 5 ഇൻഡിക്കേറ്റ് ദാറ്റ് ഇഫ് യു റൊട്ടേറ്റ്, 5 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 5 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇഫ് യു റൊട്ടേറ്റ് 5 ടൈംസ് ദി ഇൻഡെക്സ് പ്ലേറ്റ്, then only your first teeth will cut. Then again 5 revolution, 5 full rotation for the completion of second teeth. അതായത് ആദ്യം എന്ത് വേണം? ഒന്നാമത്തെ ടീത്ത്, അതായത് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം 5 പ്രാവശ്യം ഇൻഡെക്സിംഗ് പ്ലേറ്റ് മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ ആ ടീത്ത്, ആ മില്ലിംഗ് കട്ടർ ഒരു പൊസിഷനിൽ ഉണ്ടാവും. അവിടെ വെച്ച് ആദ്യം നമ്മൾ ബ്ലാങ്ക് സെറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? മില്ലിംഗ് കട്ടറിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്നാമത്തെ ടീത്ത് നമ്മൾ കട്ട് ചെയ്തു എന്ന് കരുതുക. ദെൻ രണ്ടാമത്തെ ടീത്ത് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് വേണം? ആ ഇൻഡെക്സ് പ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഇൻഡെക്സ് പ്ലേറ്റിനെ 5 പ്രാവശ്യം നമ്മൾ തിരിക്കുക, ഫുള്ളായിട്ട് 360 ഡിഗ്രിയിൽ 5 പ്രാവശ്യം തിരിക്കുക. അപ്പോൾ ആ മില്ലിംഗ് കട്ടർ വർക്ക് പീസിൻ്റെ മുകളിൽ നിന്ന് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് എവേയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് രണ്ടാമത്തെ ടീത്ത് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ഒരു സ്പേസ് വന്നു അവിടെ. ഇനി രണ്ടാമത്തെ ടീത്ത് കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യും? വീണ്ടും ആ ഇൻഡെക്സിംഗ് പ്ലേറ്റിനെ 5 പ്രാവശ്യം വീണ്ടും കറക്കും. അപ്പോഴെന്ത് ചെയ്യും? ആ മില്ലിംഗ് കട്ടർ വർക്ക് പീസിൻ്റെ മുകളിൽ നിന്ന് ഒരു സർട്ടൻ ഡിസ്റ്റൻസ് തള്ളിയിട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ മൂന്നാമത്തെ ടീത്ത് കട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് ഈക്വൽ സ്പേസിൽ നമുക്ക് കൃത്യമായിട്ട് 8 ടീത്ത് കട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ വർക്കിങ്. ഓക്കെ,
അപ്പോൾ ആ ചിത്രം കൃത്യമായിട്ട് ഓർമ്മിക്കണം. ഞാൻ വരച്ചിട്ടുണ്ട്, ആ ഫിഗർ കൃത്യമായിട്ട് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡെക്സിങ് ഗിയർ കട്ടിങ് മില്ലിംഗ് മെഷീൻ. ഒരു ഗിയർ കട്ട് ചെയ്യുന്നത്, ഈ ഓട്ടോമൊബൈലിലുള്ള ഗിയറൊക്കെ ഉണ്ടല്ലോ, കാറിൽ നിങ്ങൾക്ക് ഗിയേഴ്സ് കാണാൻ പറ്റും, ആ ഗിയറിനെ കട്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? വേം വീൽ കാണാൻ പറ്റുന്നുണ്ട്, ഇൻഡെക്സ് പ്ലേറ്റ് കാണാൻ പറ്റുന്നുണ്ട്, സെക്ടർ ആം കാണാൻ പറ്റും. ഓക്കെ, വേം ഷാഫ്റ്റ് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഇപ്പോൾ ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് ഈക്വൽ ടു 40/n. അതായത് 40/n മീൻസ് നമ്പർ ഓഫ് ടീത്ത്, എത്ര ടീത്താണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 40 നമ്പർ ഓഫ് ടീത്ത്. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഇവിടെ ഇപ്പോൾ 8 ടീത്താണ് കട്ട് ചെയ്യേണ്ടതെങ്കിൽ 40/8 = 5. ഓക്കെ, സോ ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് = 5 ആയിരിക്കും. ഓക്കെ, ഇൻഡെക്സ് ക്രാങ്ക് മൂവ്മെൻറ്റ് = 40/n, വേറെ n = നമ്പർ ഓഫ് ടീത്ത്. ഇതാണ് ആ ഫിഗർ. ഓക്കെ, ഇൻഡെക്സിങ് പ്രൊസീജിയർ. ഇൻ സിമ്പിൾ ഇൻഡെക്സ് വേം ആൻഡ് വേം ഗിയർ ഈസ് ഫസ്റ്റ് എൻഗേജ്ഡ്. അതൊക്കെ നമ്മൾ അധികം പറയേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷൻ ആവുക. ഓക്കെ, ജസ്റ്റ് ഷിഫ്റ്റ് ഇറ്റ്, ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ? കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻഡെക്സ് പ്ലേറ്റ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ചിത്രത്തിൽ 9 തന്നെ, പക്ഷെ 9 അല്ല, ഒരുപാട് ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇതിൽ നമ്മൾ 5 പ്രാവശ്യം കറക്കണം. യു ഹാവ് ടു റൊട്ടേറ്റ് 5 times. ദെൻ ഓൺലി യുവർ ഫസ്റ്റ് ഗിയർ ടീത്ത് വിൽ കട്ട്. 5 പ്രാവശ്യം കറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പിന്നിന, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രോബ്ലം വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലം ആയതുകൊണ്ടാണ്. ഇപ്പോൾ ചില സമയത്ത് നമ്മുടെ സപ്പോസ് ഇഫ് യു വാണ്ട് ടു ക്രിയേറ്റ് 28 നമ്പർ ഓഫ് ടീത്ത് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ 40/28 എന്ന് പറയുമ്പം you will get 1. See, suppose this is an example. That is 40/8. If you want to create 28 number of teeth, അപ്പോൾ വരും നമ്മൾ 40 ഇങ്ങനെ ചെയ്യും. 40/8 1 28 12. So you can write 1 3/7 എഴുതാൻ പറ്റും അല്ലേ? 1 3/7 എഴുതാൻ. ഈ 1 3/7 എന്ന് പറയുന്നത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഇൻഡെക്സ് ക്രാങ്ക് ഒരു പ്രാവശ്യം മുഴുവനായിട്ട് കറങ്ങുക. കാരണം ഇത് 28 നമ്പർ ഓഫ് ടീത്ത് ആണ്. നേരത്തെ നമ്മൾ 5 നമ്പർ ഓഫ്, നേരത്തെ അതിൽ 8 ടീത്തേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇൻഡെക്സ് ക്രാങ്ക് 5 times കറങ്ങിയത്. ഇവിടെ 28 നമ്പർ ഓഫ് ടീത്ത് വേണം. അതുകൊണ്ട് ഇൻഡെക്സ് ക്രാങ്ക് ആദ്യം ഇത് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പ്രാവശ്യം മുഴുവനായിട്ട് കറക്കുക. പിന്നെ 3/7 കാണാൻ പറ്റും. എന്താണ് 3/7 എന്ന് പറഞ്ഞാൽ? 3/7 എന്ന് പറയുമ്പോൾ 7ാമത്തെ ഹോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഇങ്ങനെ മേൽക്ക് ഇങ്ങനെ ആയിട്ട് ഒരുപാട് ഹോൾസിന് കാണാൻ പറ്റും. ഇവിടെ 7ാമത്തെ റോ എടുക്കുക. ഈ 7ാമത്തെ റോയിൽ ഇവിടുന്ന് 1 2 3 3ാമത്തെ ഹോൾ സെലക്ട് ചെയ്യണം. അതാണ് 1 3/7 എന്ന് പറഞ്ഞാൽ. 1 3/7 എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഇത് മുഴുവനായിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം 7ാമത്തെ ഹോളിൽ ചൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3ാമത്തെ ആ ഒരു ഹോളിൽ വേണം നമ്മൾ ഈ പിന്നിനെ ലൊക്കേറ്റ് ചെയ്യാൻ. അങ്ങനെ വേണം ചെയ്യാൻ. ഓക്കെ, ഇതാണ് നമ്മുടെ, ഹിയർ യു ക്യാൻ സി ദിസ്. ഇവിടെ കാണുന്നില്ലേ? ഇൻഡെക്സിങ് പ്ലേറ്റ് കാണാൻ പറ്റും, കാണുന്നില്ല? ഇതാണ് നമ്മുടെ കട്ടർ. ഓക്കെ, അപ്പോൾ ആ കട്ടറിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു, പ്ലേസ് ചെയ്ത് വെച്ചു കട്ടറിനെ. ഓക്കെ, കട്ടറിനെ അവിടെ വെച്ചു. ആർബറിൻ്റെ മുകളിലാണ് കട്ടറിനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടോ? So here this is the cutter and this is the workpiece. Now cutter is rotating. See, this is the workpiece, blank cylindrical workpiece. കണ്ടോ? അത് അവിടെ വന്ന് ഒന്നാമത്തെ കട്ട് ചെയ്യുന്നു, ടീത്ത് കട്ട് ചെയ്തു.
കണ്ടോ അതിരിക്കുന്ന 1 റെവല്യൂഷൻ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി അതിനെ പിന്നിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. കേട്ടോ സെക്കൻഡ് ടീത്ത് കട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ടീത്ത് കട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും ആ റെവല്യൂഷൻ ചെയ്യുന്നു. എന്നിട്ട് 1 3/7 ആണെങ്കിൽ ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കും ക്രാങ്കിനെ കൊണ്ട്. എന്നിട്ട് ഏഴാമത്തെ സർക്കിളിൽ വരുന്ന മൂന്നാമത്തെ ഹോൾ ചൂസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള 28 നമ്പർ ഓഫ് ടീത്ത് കിട്ടുള്ളൂ. സെക്കൻഡ് കണ്ടോ ആ സ്പേസ് കണ്ടോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? ഇവിടെ കൃത്യമായിട്ട് ആ ഗ്യാപ്പ് അതിങ്ങനെ കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അവർ. മൂന്നാമത്തെ ടീത്ത് കട്ട് ചെയ്തു. ഇങ്ങനെ നമ്പർ ഓഫ് ടീത്ത്. വാവ്, see, they are created successfully lots of teeth on the periphery of the workpiece. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗിയർ കട്ടിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് തോന്നുന്നു, കാരണം ഫിഗർ കണ്ടതല്ലേ. സോ ഹിയർ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിവൈഡിങ് ദി പെരിഫറി ഓഫ് എ ജോബ് ഇൻ ടു ഈക്വൽ നമ്പർ ഓഫ് ഡിവിഷൻസ്. The main purpose of indexing mechanism in milling machine is for making gears. With the help of indexing mechanism, we can make gear teeth on the circumference of blank by providing equal space. Now let us see the plain or simple indexing. Here we use plain dividing indexing head. അതാണ് നമ്മൾ ആദ്യം കണ്ടത് ആനിമേഷനിൽ. Its purpose is to accurately divide the circumference of a job for gear cutting. In figure you can see a indexing plate. കണ്ടല്ലോ, there are lots of holes onto the surface of those indexing plate which are equally spaced. പക്ഷെ നമ്മുടെ ഫിഗറിൽ 9 തന്നെ ഞാൻ കാണിച്ചിട്ടുള്ളൂ, കാരണം നമുക്ക് അത്ര സ്പേസ് ഉള്ളൂ. അപ്പം നിങ്ങളുടെ എക്സാമിന് എത്രമാത്രം വരച്ചാൽ മതി. Plain indexing is employed when it is required to divide a circular workpiece into more number of equal parts. അത് ഈക്വൽ നമ്പർ ഓഫ് ടീത്ത് ഉണ്ടാക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ സ്പേസിൽ ഈക്വൽ നമ്പർ ഓഫ് ടീത്ത്. To index the workpiece through any required angle. ആ വർക്ക്പീസിന് നമ്മൾ ഇപ്പോൾ എന്താ പറയണ്ടത്, ഇപ്പോൾ ഒരു ടീത്തിൻ്റെ മേലെ അല്ല ഒരു വർക്ക്പീസിൻ്റെ മേലെ 6 ടീത്താണ് വേണ്ടതെങ്കിൽ 360 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 60 ഡിഗ്രിയിൽ നമ്മൾ ഇൻഡെക്സ് ചെയ്യണം, ശരിയല്ലേ? ടു ഇൻഡെക്സ് ദി വർക്ക് പീസ് ത്രൂ എനി റിക്വയർഡ് ആംഗിൾ ദ ഇൻഡെക്സ് ക്രാങ്ക് പിൻ ഈസ്. ആദ്യം നമ്മളെന്താണ് ആ ഇൻഡെക്സിൻ്റെ ആ ക്രാങ്ക് പിൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മളൊരു 5 റെവല്യൂഷൻ ചെയ്തിട്ട്, ഇപ്പോൾ 1 3/7 ആണെങ്കിൽ ആദ്യത്തെ ഒരു റെവല്യൂഷൻ ഫുള്ള് ചെയ്തിട്ട് ഏഴാമത്തെ സർക്കിളിൽ മൂന്നാമത്തെ ഹോൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്കാണ് ക്രാങ്ക് പിന്നെ ഇൻസേർട്ട് ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ഒന്നാമത്തെ ടീത്ത് കട്ട് ചെയ്യുന്നത്. ആ ടീത്ത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ പിന്നെ ഓൾറെഡി ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പിന്നിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് പിൻവലിക്കുന്നു. എന്നിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത ഒരു റെവല്യൂഷൻ ചുറ്റുന്നു. പിന്നെ ഏഴാമത്തെ സർക്കിൾ എടുക്കുന്നു, അതിനകത്ത് 3 ആറാമത്തെ ഹോൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ 9ാമത്തെ ഹോൾ സെലക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, so to index the workpiece through any required angle, the index crank pin is withdrawn from the hole in the index plate. വർക്ക്പീസിനെ ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ റിക്വയർഡ് ആംഗിൾ ഇൻഡെക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻഡെക്സ് ആ ക്രാങ്ക് പിൻ വിഡ്രോ ചെയ്യണം. ദ സ്പിൻഡിൽ ആൻഡ് ഹെൻസ് ദ വർക്ക് പീസ് ഈസ് ഇൻഡെക്സ്ഡ്. അതിനുശേഷം മാത്രമേ നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റൂ. ത്രൂ ദി റിക്വയർഡ് ഹോൾ to index the workpiece through any required angle, the index crank pin is withdrawn from the hole in the index plate. The spindle and hence the workpiece is indexed through the required angle by turning the index crank through a calculated number of hole revolutions and hole on the one of the hole circles. After which the index pin is relocated in the required angle, in the required hole. Okay. To index the workpiece through any required angle, the index crank pin is withdrawn from the hole in the index plate. The spindle and hence the workpiece is indexed through the required angle by turning the
index crank through a calculated number of hole revolutions and holes on the one of the hole circles. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം after which the index pin is relocated in the required hole. For example, suppose we have a 9 holes over the index plate. We rotate the crank with the help of handle. Crank is connected to handle. Worm is a rod by providing screw thread. അതായത് ആ പറഞ്ഞിരിക്കുന്ന ഈ ചിത്രത്തെക്കുറിച്ച് അവർ പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഈ ചിത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ദിസ് ഫിഗർ അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സപ്പോസ് വി ഹാവ് എ 9 holes ഓവർ ദി ഇൻഡെക്സ് പ്ലേറ്റ്. വി റൊട്ടേറ്റ് ദി ക്രാങ്ക് with the help of handle. Crank is connected to handle. Worm is a rod by providing screw thread. അതിൻ്റെ എൻഡിൽ കാണാൻ പറ്റും, സ്ക്രൂ ത്രെഡ് കാണാൻ പറ്റും വേമിൻ്റെ എൻഡിൽ. ഓക്കെ, by providing screw thread. When we give a complete rotation to the crank, അപ്പോഴാണ് സംഭവിക്കുന്നത്, worm റൊട്ടേറ്റ് ചെയ്യും. ഹിയർ സ്പിൻഡിൽ ഈസ് കണക്റ്റഡ് ടു ദ വേം വീൽ. ഇതാണ് സ്പിൻഡിൽ. ഈ സ്പിൻഡിൽ എന്ന് പറയുന്നത് വേം വീലിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. വേം കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, ക്രാങ്കിലേക്ക്. അപ്പോൾ ക്രാങ്കിൽ ചെയ്യുമ്പോൾ വേം ഉറങ്ങും. ഓക്കെ, വെൻ ദ വേം വിൽ മേക്ക് വൺ കംപ്ലീറ്റ് revolution, spindle also make one complete revolution. So if you want to cut off 8 number of equal space teeth, the equation is 40 divided by 8, where 40 means what? It is the number of teeth on the worm wheel, and 5 indicate that 5 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 8 മീൻസ് വർക്ക് പീസിൻ്റെ മേലെ നമുക്ക് ഇത്ര ടീത്ത് വേണമെന്ന് നമ്മൾ ഓൾറെഡി ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞു, തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് 8. 40 എന്ന് പറയുന്നത് വേം വീലിൻ്റെ മേലെയുള്ള ടീത്ത്. അപ്പോൾ 40 divided by 8, so that is equal to 5. So 5 indicate that if you rotate 5 times the index plate, ഇതാണ് ഈ കാണുന്നതാണ് ഇൻഡെക്സ് പ്ലേറ്റ്. ഇഫ് യു റൊട്ടേറ്റ് 5 times ദിസ് ഇൻഡെക്സ് പ്ലേറ്റ്, അത് ക്രാങ്ക് തിരിയുമ്പോൾ ഇൻഡെക്സ് പ്ലേറ്റ് കറങ്ങും. ഇഫ് യു റൊട്ടേറ്റ് 5 times the index plate, then only your first teeth will cut. Then again 5 revolution for the completion of second teeth. ഇങ്ങനെയാണ് ആ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എക്സാമ്പിൾ 2, ഇഫ് യു വാണ്ട് ടു കട്ട് ഓഫ് 10 teeth ഓൺ എ ബ്ലാങ്ക്, അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുക 40 divided by 8 equal to 4. So 4 complete rotation of the crank make for complete rotation of the crank make the completion of 1 teeth. For complete rotation of the crank make the completion of 1 teeth. ഓക്കെ, അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ക്രാങ്ക് റൊട്ടേഷൻസ് ആണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ 40 divided by എത്രയാണോ ടീത്ത് വേണ്ടത് അത്. ഇപ്പോൾ നമ്പർ ഓഫ് ടീത്ത് 8 ആണെങ്കിൽ 40 divided by 8 equal to 5 complete revolution, 5 complete rotation of the crank. ക്രാങ്ക് 5 പ്രാവശ്യം മുഴുവനായിട്ട് കറക്കുന്ന സമയത്താണ് ഒന്നാമത്തെ ടീത്ത് കട്ട് ചെയ്യുന്നത്. പിന്നെ 5 പ്രാവശ്യം കറക്കുമ്പോൾ രണ്ടാമത്തെ ടീത്ത് കട്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് സിമ്പിൾ ഇൻഡെക്സിങ്ങിൻ്റെ വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. ആ ഇക്വേഷൻസ് കൂടി കൃത്യമായിട്ട് എഴുതണം. സോ ദ ഇക്വേഷൻ നമ്പർ ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ ഈസ് ഈക്വൽ ടു 40 divided by number of divisions required on the periphery of the job. ഓക്കെ, ഇപ്പോൾ 8 ടീത്ത് ആണെങ്കിൽ 40 divided by 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ആ ഫിഗർ, സിമ്പിൾ ഇൻഡെക്സിങ്. ഓക്കെ, താങ്ക് യു.